പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 78 അധ്യായം 23-24 വാക്യങ്ങൾ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയദാനം അവർക്ക് കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു. ആര്? ഹോവയായ ദൈവം. ഹല്ലേലൂയ. ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു. സ്തോത്രം. അപ്പൊ ആകാശത്തിന് വാതിലുകളുണ്ട്. നോഹയുടെ പെട്ടക നിർമ്മാണത്തോടും പ്രളയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു, ഭൂമിയുടെ ഉറവുകളെ, ആഴിയുടെ ഉറവുകളെ തുറന്നു. ഹല്ലേലൂയ. മലാഖിയുടെ പുസ്തകം 3:10 വരുമ്പോൾ കാണുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കുന്നവർക്ക് മുമ്പിൽ ദൈവാകാശത്തിന് കിളിവാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച് സാജനം ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവം ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. ഹല്ലേലൂയ. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു. ഹല്ലേലൂയ. സ്വർഗീയദാനം കൊടുത്തു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. പ്രൈസർ. നമുക്ക് ഈ വചനമൊക്കെ നന്നായിട്ട് നമ്മൾ വായിച്ച് പഠിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അതിന്റെ മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 78 സങ്കീർത്തനം അതിന്റെ 17 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ജലത്തിന്റെ അവിശ്വസ്തതയും ദൈവത്തിന്റെ വിശ്വസ്തതയുമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. സാജനത്തിന്റെ അവിശ്വസ്തത, അപ്പോൾ തന്നെ ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവരോട് ഹല്ലേലൂയ മത്സരിക്കുകയും, ദൈവം അനവധി അത്ഭുതങ്ങൾ ചെയ്തു, പക്ഷെ എന്നിട്ടും സാജനം ദൈവത്തോട് മത്സരിക്കുകയും അവിശ്വസിക്കുകയും തങ്ങളെ പോറ്റുവാൻ ദൈവത്തിന് കഴിയുമോ എന്നുള്ള സംശയം അവരുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തെ പോറ്റുവാൻ കഴിയുമോ? എത്രമാത്രം അത്ഭുതം കണ്ടവർ, എന്നിട്ടും ദൈവത്തോട് അവർ പിറുപിറുക്കുകയും മത്സരിക്കുകയും അവിശ്വസിക്കുകയാണ്. അവൻ ദാഹശമനത്തിന് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചപ്പോൾ അപ്പം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. ഒരിപ്പം വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞു, പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പം കൂടെ വേണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16 അധ്യായങ്ങൾ വായിച്ചാൽ കാണാം. അപ്പൊ സ്വർഗത്തിൽ ദൈവം അവർക്ക് മന്ന വർഷിപ്പിച്ചപ്പോൾ അവർക്ക് വീണ്ടും ശാഠ്യം, ഞങ്ങൾക്ക് ഇറച്ചി വേണം. ഹല്ലേലൂയ. അപ്പൊ ഇറച്ചി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ചെയ്ത് അവർക്ക് കാടപ്പക്ഷി വരുത്തി കൊടുത്തു. പുറപ്പാട് പുസ്തകം 16-13, സംഖ്യാപുസ്തകം 11 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. കിഴക്കൻ കാറ്റടിപ്പിച്ച് കാട്ടുകളെ വരുത്തി കൊടുത്തിട്ടും അവരുടെ കൊതിക്ക് മാറിയില്ല. ഇഷ്ടംപോലെ മന്ന കൊടുക്കുക. അവരവർക്ക് ആവശ്യമുള്ള ഇടങ്ങഴി വെച്ച് പിറക്കണം നാളെ നിൽക്ക്. ഹല്ലേലൂയ. അത്രയും മന്ന പിറക്കി അവരുടെ കൂടാരത്തിൽ ഇഷ്ടംപോലെ കാടകളെ ദൈവം കൊടുത്തു, കയ്യെത്തി പിടിക്കും ദൂരത്തിൽ. ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് തൃപ്തി വന്നില്ല. ഇന്നത്തെ ജനം അങ്ങനെ തന്നെ. എന്തെല്ലാം ദൈവം കൊടുത്താലും വാരിക്കോരി കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചാലും സമൃദ്ധി കൊണ്ട് നിറച്ചാൽ ഇല്ലേ 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 എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ കൊതിക്ക് തൃപ്തി വന്നില്ല. അതിന്റെ ഫലമായി ദൈവം കോപിഷ്ഠനായി തീരുകയും അവരിൽ അനേകരെ സംഗ്രഹിക്കുകയും ചെയ്തു. മക്കളെ, ഇന്ന് ദൈവമക്കളുടെ കൂട്ടത്തിൽ പെന്തക്കോസ്ത് ആരുടെ കൂട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുക, കുറ്റപ്പെടുന്ന നിങ്ങൾ ചിന്തിക്കുക. യാഥാർത്ഥ്യം പറയണമല്ലോ. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് അനവധി ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവവചനമൊക്കെ പഠിച്ച് വിദേശത്ത് കടന്നുപോയി വിവിധ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയവരുണ്ട്. എത്ര കിട്ടിയാലും ഇല്ലേ ഇല്ലേ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. 60-70 രാജ്യങ്ങൾ സംസാരിച്ച ദൈവദാസന്മാർ ഇല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നുമില്ല പാസ്റ്ററെ, ജീവിതം മുഴുവൻ തകർന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗൾഫിന്റെ അല്ലെങ്കിൽ വിദേശ രാജ്യ പടി പോലും ചവിട്ടാത്ത ദൈവദാസന്മാർ ഉണ്ടേ എന്ന് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. വാരിക്കോരി ദൈവം വിദേശ രാജ്യത്തിൽ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന മക്കൾക്കും മരുമക്കും കൊച്ചുമക്കും 3 തലമുറ 4 മുറ തിന്നാൻ ഉണ്ടാക്കി വെച്ചിട്ടും ഇവര് പറയും ഇല്ലേ എന്ന് പറയുമ്പോൾ രാവും പകലും സുവിശേഷം അറിയിച്ച് കുന്നും മലയും കയറിയിറങ്ങി ചെരുപ്പും തേഞ്ഞ് വസ്ത്രവും മുഷിഞ്ഞ് വെയിലും മഞ്ഞും കൊണ്ട് പട്ടിണി അനുഭവിച്ച് ദുരിതമനുഭവിച്ച് ചീത്തയും തെറിയും ഒക്കെ കെട്ട് തല്ലുവടിയൊക്കെ മേടിച്ച ദൈവദാസന്മാർ
അവർ പറയുകയാണ് ഞങ്ങൾക്കുണ്ടേ, അവർക്കൊന്നുമില്ല. അവർ പറയാം ഞങ്ങൾക്കുണ്ടെന്ന്. അപ്പം വാരിക്കൂരി മേടിച്ചു വന്ന ദൈവദാസന്മാർ പറയാം ഞങ്ങൾക്കില്ലേ. അവർ ആർത്തിയോടെ വീണ്ടും പോയി വാരിക്കൊണ്ടുവരും. അവർക്ക് ഒരിക്കലും തികയത്തില്ല. അത്രമാത്രം ദൈവം അവർക്ക് കൊടുത്തവർക്ക് തൃപ്തി വന്നില്ല. പക്ഷെ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ ദൈവം അവരിൽ ചിലരെ കൊന്നു കളഞ്ഞെന്നുള്ളതാണ്, അല്ലെങ്കിൽ സംഹരിച്ചെന്നുള്ളതാണ്. വാക്തത്വകാലം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവം ഇനി ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. ഫ്രൈസ് ഞാൻ എന്റെ സ്വഭാവം അങ്ങനെ കേട്ടോ. എനിക്കില്ലേ ഇല്ല എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എനിക്കറിയാം. അല്ലേലിയ. പക്ഷെ അത് പൊതുജനത്തിന് മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിച്ച് നമ്മൾ ദൈവത്തെ അപമാനിക്കരുത്. ഇത്രയും നടത്തിയില്ലേ ദൈവം? ഇതുവരെ കൊണ്ടുവന്നില്ലേ? ഇതുവരെ നമുക്ക് ഭക്ഷിപ്പാനും നമുക്ക് കുടിപ്പാനും, ഭക്ഷിപ്പാൻ ആകാരം കുടിപ്പാൻ വെള്ളവും തന്നില്ലേ? ഇടുവാൻ വസ്ത്രം ദൈവം തന്നില്ലേ? അല്ലേലിയ. നമ്മളൊരു പക്ഷേ അല്ലെങ്കിൽ വലിയ വില കൂടിയ ലൂയിസ് ഫിലിപ്പിന്റെയും അല്ലെങ്കിൽ അലസോളിയുടെയും അല്ലെ അതുപോലുള്ള വില കൂടിയ വസ്ത്രങ്ങളൊന്നും ആയിരിക്കത്തില്ല ധരിക്കുന്നത്. റോഡരികി കിടക്കുന്നതൊക്കെ ആയിരിക്കും. ഫ്രീസറോ. നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്റെ ജീവിതം ഞാൻ ഇന്ന് ഇടുന്ന ഷർട്ടുകളൊക്കെ പാന്റുകളൊക്കെ ഡിസ്കൗണ്ട് മേളയ്ക്ക് മേടിക്കുന്നതാ. അല്ലേറിയ. ചില ഷർട്ട് ചിലരൊക്കെ തന്നതുണ്ട് കേട്ടോ. അല്ലേറിയ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് വരുമ്പോൾ ആ സമയത്താണ് ഷർട്ടുകൾ പാന്റുകൾക്ക് വില കുറച്ച് കിട്ടും. ചിലപ്പോൾ ചില ചെളിയും പൊടിയൊക്കെ കാണക്കൊണ്ട കഴിയെടുത്താൽ മതിയല്ലോ. പറയാൻ നാണകിടുന്നില്ല കേട്ടോ. എന്നാലും ഇല്ലേന്ന് പറയത്തില്ല, ഉണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ വിദേശ രാജ്യത്തു നിന്ന് ഇഷ്ടംപോലെ പാൻസുകളും ഷർട്ടുകളും ഇഷ്ടംപോലെ മറ്റ് ഡ്രസ്സുകളും വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ ഞങ്ങൾക്ക് ഇടാനില്ല, ഞങ്ങൾക്കൊന്നുമില്ല. ദൈവം ഇതൊക്കെ കേട്ടിട്ട് നമ്മളോടൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവൻ കരുണയുള്ളവനായതുകൊണ്ടാണ്. സ്തോത്രം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മൾ ദൈവം ചെയ്ത നന്മകളെ മറക്കരുത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് 40 ലക്ഷത്തോളം വരുന്ന ജനത്തിന് ഒരു ദിവസം പോലും മുടങ്ങാതെ ആകാശത്തിൽ നിന്ന് മന്ന, സ്വർഗീയ ധാന്യം, ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്ത ദൈവത്തെ മറന്നുപോയ ഇസ്രായേൽ. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് വെള്ളം കൊടുത്തു, പാറയപ്പിള്ളം ഇഷ്ടംപോലെ വെള്ളം കൊടുത്ത മന്ന വേണം. മന്നയെ അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തപ്പോൾ അവർക്ക് ആടപ്പക്ഷിയെ വേണം, ഇറച്ചി വേണം. എല്ലാം തന്നു പോറ്റാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവത്തിന്? അല്ലേരി. ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് സ്രാജനത്തിന്റെ പാളയത്തിൽ മുഴുവൻ മന്നയെ കൊടുത്തിരിക്കും. എന്നിട്ടും അവർക്ക് ദൈവത്തെ അവിശ്വാസം. പ്രൈസലോ. അല്ലേരിയ. ഇന്നും ഇതല്ലേക്ക് സംഭവിക്കുന്നത്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിന്റെ കുടുംബത്തെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചിട്ടും നീ ഇല്ലേ എന്ന് പറയരുത്. ഇല്ലാത്ത അനവധി ആളുകളുടെ കിടപ്പുണ്ടെന്ന് ഓർക്കണം. അപ്പൊ അവർക്ക് മന്നയെ ദൈവം കൊടുത്തു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് ചെങ്കടൽ കിടന്ന മരുഭൂമിയിലൂടെ വന്നപ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ യാതൊരു ആഹാരവും കുടിപ്പാൻ ചെലവും വഴിയിൽ കിട്ടാതെയായി. അല്ലെ? ഇന്നത്തെ പോലെ വഴിയിലെങ്കിലും തട്ടുകടകളില്ല. ദോശക്കടകളും അല്ലെങ്കിൽ മറ്റ് ചെറുകടകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കടകൾ, ചായ വെച്ച് വിൽക്കുന്ന തട്ടുകളും ഒന്നുമില്ല. വഴിയൊന്നുമില്ല. അവർ ദീർഘദൂരം നടന്നു വരിക. ദീർഘദൂരം നടന്നു വന്നപ്പം അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല. ഇന്നത്തെ പോലെ പൈപ്പൊന്നുമില്ല. റോഡിനൂടെ വാട്ടർ സപ്ലൈയുടെ പൈപ്പുകളൊന്നുമില്ല. ജലനീതിയുടെ പൈപ്പുകളൊന്നുമില്ല. അല്ലേരിയ. അപ്പൊ അവർ കുടിപ്പാൻ വളരെ ദാഹിച്ചു. അല്ലേരിയ. ഭക്ഷിപ്പാൻ ആഹാരമില്ല. ഇടയ്ക്ക് എങ്ങും ഒറ്റ കടകൾ പോലും ഇല്ലെന്ന് ആരോട് ചോദിക്കാനല്ലേ? എന്തിനാണ് അങ്ങനെ അവരെ കൊണ്ടുവന്നത്? അവർ ദൈവത്തെ അറിയണം. ഇന്നത്തെ പോലെ വഴിയിൽ തട്ടുകളും പൈപ്പ് ലൈനുകളും ഒന്നുമില്ലെങ്കിലും തിന്നുവാനും കുടിക്കുവാനും ഒന്നും കിട്ടിയില്ലെങ്കിലും മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിന് ആവശ്യമായി വെള്ളം കൊടുക്കാൻ കഴിവുള്ളവനുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവനായ ദൈവമുണ്ടെന്ന് ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ കൊണ്ടുവന്നത്. നമ്മളിതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ വാരിക്കോരി തിന്നാൻ തന്നിട്ടും ഇല്ലെന്നാണ് പറയുന്നത്. തികയില്ല, കൊതി വരെ തീരത്തില്ല. പ്രൈസലോട്. ഹല്ലേലൂയ. അപ്പൊ ഇവർക്കൊന്നും കിട്ടാതായി വഴി. ഹല്ലേലൂയ. യാതൊരു ആഹാരവും അവർക്ക് കിട്ടാൻ വഴിയില്ലതായി. എവിടേക്ക് നോക്കിയാലും മരുഭൂമി മാത്രം. ഹല്ലേലൂയ. സാജനം തിരിഞ്ഞ് ഇടത്തോട്ട് നോക്കി, വലത്തോട്ട് നോക്കി, മുമ്പോട്ട് നോക്കി, പുറകോട്ട് നോക്കിയപ്പോൾ എന്ത് കാണത്താ ദൂരത്ത് കിടക്കുന്ന മരുഭൂമിയല്ലാതെ സാജനത്തിനൊന്നും കാണാൻ കഴിയുന്നില്ല. ഓർത്ത് നോക്കി എത്ര സങ്കടകരമായ അനുഭവമല്ലേ? കുഞ്ഞു കുട്ടികൾ തൊട്ട്, ആടുമാട് കന്നുകാലികൾ, കുഞ്ഞു കുട്ടി തൊട്ട് സകലരും ഉണ്ട്. ഫ്രൈസ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവം അവരോട് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. എന്റെ ജനം ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് പെറുക്കിക്കൊള്ളണമെന്ന് ഹല്ലേലൂയ ദൈവം മോശയിലൂടെ സാജനത്തോട് സംസാരിച്ചു. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ.
അവിടെ ഞാൻ വായിച്ചു പറഞ്ഞ വചനത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് അപ്പം ഭക്ഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നൊന്ന് പെറുക്കിക്കൊള്ളണം. ഓരോ ദിവസത്തേക്കാണ്. അല്ലേ ഏരിയ പിറ്റേ ദിവസത്തേക്ക് പെറുക്കാൻ പാടില്ല. പിറ്റേ ദിവസത്തേക്ക് പെറുക്കിയാൽ അത് ഇരിക്കത്തില്ല, അത് പുഴുകരിച്ചു. അതുകൊണ്ട് അന്നത്തേക്ക്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ എന്താ, അന്നത്തേക്കല്ല ദൈവം ഇഷ്ടം പോലെ തരിക. അല്ലേ ഏരിയ കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലുണ്ടെന്നാണ് പറയുന്നത്. ദൈവമക്കളെ ആയാലും ക്രൈസ്തവനെ മറ്റുള്ളവരെ ആയാലും കോടിക്കണക്കിന് പൈസയ്ക്ക് അവകാശങ്ങളില്ലാതെ കിടക്കുന്നു. അല്ലേ എന്നിട്ടും ഇല്ലേ എന്ന് പറയുന്ന അനവധി ആളുകൾ രക്തം ചെയ്യും. ഫ്രീസറോ നമ്മളൊന്ന് മാനസാന്തരപ്പെടണം കേട്ടോ ശ്രോതാവ്. എന്നെ കേൾക്കുന്ന മാതാപിത, ദൈവം നിനക്ക് ചെയ്ത നന്മകൾ ഓർത്താൽ, ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓർത്താൽ, ലരിയ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഓർത്താൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പുറപ്പെട്ടുന്ന വഴിയിൽ അവർ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ച് പിറുവിറുത്തത് പോലെ നിങ്ങൾ ദൈവത്തോട് അവിശ്വസ്തകൾ മനസ്സുള്ളവരായി, ഹൃദയമുള്ളവരായി നിങ്ങൾ ദൈവത്തോട് പിറുവിറുക്കരുത്. ഏലിയ രക്തം ചെയ്യും. ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് വീണ്ടുന്നത് എന്താണ്. അല്ലേലിയ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതിലെന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്നറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവം തരും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനൊന്നും ദൈവം തരത്തില്ല. പ്രൈസലോ. ആവശ്യമുള്ളത് എല്ലാം ദൈവം തരും. പ്രൈസലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ ശ്രോതൻ, ഞാൻ വിശ്വാസത്തിൽ കടന്നു 2000 വിശ്വാസത്തിൽ കടന്നു വന്ന് 2000 ഒക്ടോബർ 14 രക്ഷിക്കപ്പെട്ടു. അല്ലേ 2001 രക്ഷിക്കപ്പെട്ടു. അല്ലേ സ്തോത്രം. 2000 ഒക്ടോബർ 14 രക്ഷിക്കപ്പെട്ടു. 2001 ഞാൻ ദൈവത്തിനൊക്കെ കേട്ടു. 2002 അല്ലേലിയ ഞാൻ സ്നാനപ്പെട്ടു ബൈബിൾ കോളേജിലേക്ക് വരുന്നതാണ്. ആലുവ ടൂലൂസ് ബൈബിൾ കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ചോദിച്ചാൽ അറിയാം. എനിക്ക് ഇടാനായിട്ട് ഒറ്റ പാൻറ്റാണ് ഉള്ളത്, ഒറ്റ പാൻറ്, ഒറ്റ ഷർട്ടും ഉള്ളത്. അല്ലേലിയ രണ്ടാമതൊന്നും കഴുകിയിടാനില്ല. പിന്നെ ഒരാൾ എനിക്കൊരു പാൻറ് തന്നു. അത് ഭയങ്കരമായി. പക്ഷെ ഇന്നത്തെ പോലെ ഞാൻ ഇത്രയും ശരീരപണ്ണമൊന്നുമില്ല, വളരെ ക്ഷീണിച്ചവനായിരുന്നു. അതെനിക്ക് എങ്ങും ഇടാനും കൊള്ളത്തില്ല. ഒരാൾ കടം തന്നതാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നപ്പോൾ. അതെനിക്ക് ഇടാനും കൊള്ളത്തില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ആ പാൻറ് ഇട്ടേക്കൊന്നും പോലും അറിയത്തില്ല. പലപ്പോഴും ഇട്ടപ്പം കുട്ടികളൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അല്ലേലിയ അപ്പൊ ആ ഒറ്റ പാൻറ്റും ഷർട്ടേലുമാണ് എൻ്റെ ബൈബിൾ കോളേജിന്റെ പഠനം കേട്ടോ. ഒരു വർഷം നനയ്ക്കാൻ സോപ്പില്ല, കുളിക്കാൻ എടുത്തു കുളിക്കാൻ തോർത്തില്ല, തയ്യൽ വെക്കാൻ എണ്ണയില്ല, എഴുതാൻ പേപ്പറില്ല, എഴുതാൻ പെൻസിലില്ല. പുറത്തെല്ലാവരും കടന്നുപോയി ചായ കുടിക്കാൻ പോകുമ്പോൾ, പുറത്ത് വിസിറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് പോകാൻ കഴിയുന്നില്ല. അല്ലേലിയ അന്നെല്ലാം മാസം ഓരോ കുട്ടികൾക്ക് കൂടെ പഠിക്കുന്നവർക്ക് പോസ്റ്റ് മാൻ കൊണ്ട് പൈസ കൊടുക്കുമ്പോൾ അവർ പോയി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കൊണ്ടുത്തരാൻ ആരുമില്ല. അത്ര കഠിനമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ദൈവത്തോട് പിറുപിറുത്തില്ല, ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചില്ല. എന്നെ പാപത്തിന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തോട് ഞാൻ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഞാൻ മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചു. ദൈവമേ, എന്റെ സ്ഥിതിക്കൊരു മാറ്റം നൽകണമേ, എന്റെ കണ്ണുനീരൊന്ന് കാണണമേ, എന്റെ അവസ്ഥ ഒന്ന് കാണണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അവിടെ നിന്നാണ് എന്നെ ദൈവം നടത്തുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ദൈവത്തോട് നന്ദി കൊള്ളുവാനാ, ദൈവത്തോട് നന്ദി പറയുന്നതിന്. എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയുടെ കടന്നു പോയിട്ടുണ്ട്. മരുഭൂമിയുടെ അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നു. മരുഭൂമിയുടെ അനുഭവം. വലിയ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എല്ലാ വ്യാഴാഴ്ചയും പുറത്തു വിടും. ആ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവിടെ പോയി ചായ കുടിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു ചായ കുടിക്കുന്നത് കൊതി തോന്നിയിട്ടുണ്ട്. അല്ലേലിയ കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്തോത്രം. എന്നെ അത് പഠിപ്പിച്ച ഒരു ജോൺസൺ സാറുണ്ട്. അല്ലേലിയ അദ്ദേഹം പലപ്പോഴും വിളിച്ച് എനിക്കൊരു 50 രൂപയൊക്കെ തരും. അല്ലേലിയ അവിടെ എന്നെ പഠിപ്പിച്ച ജെയിംസ് സാറിന് അദ്ദേഹം കയ്യിൽ വല്ലതുകൊണ്ട് എനിക്ക് തരും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം കേട്ടോ. എന്നാലും ഞാൻ ദൈവത്തോട് നന്ദി ഉള്ളവനായി തീർന്നു. കാരണം എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം. പിന്നെ എനിക്ക് വസ്ത്രങ്ങൾ തന്നു, ഇടാൻ പാൻറ്റുകൾ തന്നു, ഉടുക്കാൻ വസ്ത്രം തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വിവാഹം നടന്നു കേട്ടോ. എൻ്റെ വിവാഹം 2002 അല്ലെങ്കിൽ ജനുവരി 25 വിവാഹം നടക്കുക. പ്രതീക്ഷിക്കാത്ത സമയത്താണ് വിവാഹം നടക്കുന്നത്. എനിക്കൊരാലോചന ഇല്ലാതിരുന്നപ്പോൾ വിവാഹം ആവശ്യമാണെന്ന് അങ്ങനെ പോയി പെണ്ണ് കണ്ടാണ് കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, എനിക്ക് വസ്ത്രം വാങ്ങാൻ പൈസയില്ല. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അലിയ ഒരു ചിട്ടി പിടിച്ച് 15,000 രൂപ തന്നു എനിക്ക്. അതിന് ഞാൻ 5,000 രൂപ തിരിച്ചു കൊടുത്തപ്പോൾ 10,000 രൂപ ഉണ്ട്. അതുകൊണ്ടാണ് കല്യാണത്തിന്റെ കാര്യങ്ങളും ബാക്കിയെല്ലാം നടക്കുന്നത്. അല്ലേലിയ കല്യാണം കഴിഞ്ഞൊരു വീട് വാടകയ്ക്ക് എടുത്ത് വേണം കയറി താമസിക്കാൻ.
അതിന് 5000 രൂപ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇടാനൊന്നും ഡ്രസ്സുകളില്ല. നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കാരണം പറഞ്ഞാൽ അവർക്ക് പറഞ്ഞ ഒരു 5,000 രൂപ അന്നത്തെ കാലം വണ്ടിക്കൂലി കൊടുക്കുന്നത് കൊടുത്ത് പിന്നെ ഒന്നും ഇല്ല, ചുരുക്കമേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇടാനായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിയത് എവിടുന്നാണെന്നറിയോ? ആലുവ KSRTCയുടെ മുമ്പിൽ എണ്ണ 50 രൂപയ്ക്ക് ഉടുപ്പ് വിൽക്കുന്ന, അങ്ങനെ വഴിയിലിട്ട് വിൽക്കുന്ന ഒരുപാട് കച്ചവടങ്ങളുണ്ട്. ഞാനൊരു ദിവസം 4 മണിയായപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്ത് ഞാൻ ആലുവയിൽ ചെന്നിട്ട് 50 രൂപയുടെ ഷർട്ട് വാങ്ങി. 50 രൂപയുടെ വിലയുടെ 4 ഷർട്ട് വാങ്ങി. എൻ്റെ അതാണ് എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ആർക്കും മനസ്സിലായില്ല. എല്ലാവരും പറഞ്ഞു ഇഷ്ടംപോലെ ഷർട്ടാണ്, ഇഷ്ടംപോലെ. പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു എൻ്റെ ഷർട്ടല്ല 50 രൂപയുടെ. അപ്പോഴാണ് എന്നെ എല്ലാവരും മനസ്സിലായി. അതേപോലെ ഞാൻ കഷ്ടതയിലൂടെ മരുഭൂമിയുടെ അനുഭവം ഇത് നിങ്ങളോടൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തെ ക്ഷീണിച്ച് ഇസ്രായേൽ മക്കൾ അവിശ്വസ്തത കാണിച്ചവരെ പിറുപിറുത്തുവാൻ നിങ്ങൾ പിറുപിറുക്കാതിരിക്കാൻ വേണ്ടി ദൈവം നിന്നെ നടത്തുന്ന വഴികൾ ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിന് 40 വർഷം തിന്നുവാൻ വേണ്ടി ദൈവം മന്ന കൊടുത്തു. ഹല്ലേലൂയ. അവർക്ക് വെള്ളം കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. എന്നിട്ട് അവർ അവിശ്വസ്തത കാണിക്കുക, ദൈവത്തോട് പിറുപിറുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം നിനക്ക് വാരിക്കൂരി തന്നിട്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നീ അവിശ്വസ്തത കാണിക്കരുത്, പിറുപിറുക്കരുത്, ഇല്ലെന്ന് പറയുന്നത് ദൈവം തന്നത് നീ വിളിച്ചു പറയണം. ദൈവം തന്നതിനെ കുറിച്ച് നീ പറയണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഈ മന്ന അവർക്ക് കൊടുക്കുന്ന ഈ മന്ന ക്രിസ്തുവിനെ നിഴല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമം പഠിക്കുമ്പോൾ ഈ മന്ന നിഴലായിട്ട് ഈ മന്ന ഇവർക്ക് പറയും. ഈ മന്ന എന്ന് പറയുന്ന നിഴൽ അതിൽ ആ പുതിയ നിയമത്തിൽ പൊരുൾ ക്രിസ്തുവാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് സ്തോത്രം, ക്രിസ്തുവിന്റെ നിഴലാണ് ഈ മന്ന. അപ്പൊ ഈ സാഹചര്യം യാത്ര പുറപ്പെടുമ്പോൾ കൈവശമുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു തുടങ്ങിയപ്പോൾ അവർ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തു. ജലത്തിന്റെ ആവശ്യം അറിഞ്ഞ ദൈവം അവർക്ക് മന്ന ഭക്ഷണത്തിന് നൽകി. അവരുടെ പിറുപിറുക്കൊണ്ട് ദൈവർക്ക് മന്ന കൊടുത്തു. ഹല്ലേലൂയ. എബ്രായ ഭാഷയിലെ 2 വാക്കുകൾ യോജിപ്പിച്ചതാണ് മന്ന എന്നത്. മൻ, ഹു എന്നീ എബ്രായ വാക്കുകളുടെ അർത്ഥം ഹല്ലേലൂയ ഇതെന്ത് എന്നാണ്. ഹല്ലേലൂയ എന്താണ് എന്ന് ഇസ്രായേലിയർക്ക് അത് ആദ്യമായി കണ്ടപ്പോൾ തങ്ങളുടെ ജിജ്ഞാസയിൽ നിന്നും ചോദിച്ച ചോദ്യവും ഇതെന്ത് എന്ന് തന്നെയാണ്. എല്ലാ ദിവസവും രാത്രി മഞ്ഞ് വീഴും, അതിനോടുകൂടി മഞ്ഞയും വീഴും. എല്ലാ ദിവസവും വൈകിട്ട് മഞ്ഞ് വീഴും, അതുകൂടി മഞ്ഞയും വീഴും. ഹല്ലേലൂയ. അവർ നേരം വെളുത്ത് എഴുന്നേറ്റുമ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന മഞ്ഞയാണ് കാണുന്നത്. ഹല്ലേലൂയ. അതിനെയാണ് അവർ പെറുക്കിയെടുത്ത് ഹല്ലേലൂയ അപ്പം ഉണ്ടാക്കി അവർ തിന്നതെന്ന് പറയുന്നത്. ദൈവം നമ്മെ വഴിയിൽ വിടുന്നവനല്ല, വഴി കളയുന്നില്ല. നിന്റെ അനാഥനായി വിട്ട് വിടത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയുടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം വിട്ട്, എല്ലാം തകർന്ന് തരിപ്പണമായി മരണം മാത്രം മുമ്പിൽ നിന്നപ്പോൾ മരണ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ ദൈവത്തെ അറിഞ്ഞ് ദൈവസ്നേഹം യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച് കരങ്ങൾ സൂര്യമായി ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ വളരെ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുപാട് കഷ്ടതകൾ കടന്നു പോയിട്ട് എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും അമ്മയും നന്നായി ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല. ഒരു ഗ്ലാസ് അരിയിട്ട് ഞങ്ങൾ വൈകിട്ട് കഞ്ഞി വെച്ച് അത് ഞാനും എൻ്റെ വൈഫും കൂടെ വൈകിട്ടും കുടിക്കും രാവിലെയും കുടിച്ചിട്ട് പോലും ഒറ്റ ഗ്ലാസ് അരിയായിരുന്നു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാതെ ഒറ്റ ഗ്ലാസ് അരി. അന്ന് കൂട്ടുവാൻ മീനില്ല, പച്ചക്കറികൾ നിങ്ങൾക്ക് മേടിക്കാനില്ല. അല്ലെങ്കിൽ 2 രൂപയുടെ മീൻ അല്ലെങ്കിൽ പച്ചമീൻ മേടിച്ചിട്ടുള്ള സമയമുണ്ട് 2 രൂപയ്ക്ക് വരെ. ഇന്ന് 2 രൂപ കൊടുക്കാൻ മീൻകാരൻ പിന്നെ ഞങ്ങളോട് സഹാനുഭൂതി കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടാൻ വെക്കാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ചേപ്പിന്റെ താള് അരിഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ ഒന്നും തിന്നിട്ടില്ല, ഞാൻ കാണിച്ചു. ഞങ്ങൾ പണ്ട് തിന്ന് ശീലിച്ചതുകൊണ്ട് ചേമ്പും താളൊന്ന് മുറിച്ച് ചെറുതായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് ഭാര്യ കൊടുത്തോണ്ട് ഇതിനകത്ത് പച്ചമുളകും ഉപ്പും മഞ്ഞളും കൊണ്ട് വേവിച്ച് നമുക്ക് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങളോളം പോയി. എന്നിട്ട് ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചില്ല, പിറുപിറുത്തില്ല. ഹല്ലേലൂയ. ദൈവം നടത്തുവെന്നേ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, ദൈവം നിന്നെ നടത്തും. 40 വർഷം കഴിപ്പാൻ മാന്യയെ കൊടുത്ത ദൈവമുണ്ട്. പാറയെ പിളർന്നവർക്ക് വെള്ളം കൊടുത്തു. അവർക്ക് കുടിപ്പാൻ മാത്രമല്ല, പാറയെ പിളർന്ന് വെള്ളം കൊടുത്തത് വലിയ ശാഖകളായി മാറി, വലിയ നദിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 40 വർഷം തിന്നുവാൻ ഹല്ലേലൂയ കാടപ്പക്ഷിയെ അവർക്ക് കൊടുത്തവൻ നിന്നെ നടത്തും കേട്ടോ. ഹല്ലേലൂയ. നീ ജോലിയില്ലാതെ ഭാരപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു വിദേശ രാജ്യത്തിൽ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത് നിന്നെ നടത്താൻ ദൈവശക്തനാ. നിന്നെ ദൈവം അനാഥനായി വിടത്തില്ല. നിനക്ക് നഷ്ടപ്പെട്ട ജോലിയെ ശ്രേഷ്ഠമായ ജോലി, നിനക്ക് നഷ്ടപ്പെട്ട നമ്മൾ മടക്കി കിട്ടുവാൻ
നിന്നെ എല്ലാവരും തള്ളി വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥാനത്ത് നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തന. വിശ്വസിക്ക്, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ചില പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, വിദേശ രാജ്യത്ത് കഷ്ടം സഹിച്ചവരോട് പറയുന്നത്, നീ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ മുന്നോട്ടെങ്ങനെ യാത്ര ചെയ്യുമെന്നറിയാതെ നീ ഹൃദയത്തിനകത്ത് ഭാരമേറിയ വിഷയങ്ങളുമായി കടന്നു പോകുന്ന ശ്രോതാവി, സഹോദര, സഹോദരി, ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. നീ നിന്നെ താഴ്ത്തിടുമ്പോൾ ദൈവനെ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. നമ്മുടെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കേരളത്തിലാകട്ടെ ഭാരതത്തിലാകട്ടെ, നീ നിന്റെ മക്കളെ പഠിപ്പിച്ചുണ്ടെന്നതിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവർ നല്ല വിദ്യാഭ്യാസം ബിരുദാനന്ദ വിദ്യരോഗം പ്രാപിച്ച് ഓഫീസിൽ കയറി ജോലി കിട്ടാൻ ഇന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നീ ദൈവത്തിൽ വിശ്വസിക്കുക. സാജനത്തെ പോറ്റി ഒരു ദൈവം കൊണ്ട് നിന്നെ പോറ്റുന്ന ശക്തനാ. നീ ആകാശത്തിന്റെ വാതിലുകൾ ദൈവം തുറക്കുന്ന പോലെ ചില വാതിലുകളെ ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുക. ചില കമ്പനികളുടെ വാതിലുകൾ, ചില സർക്കാർ സ്ഥാപനങ്ങളുടെ വാതിലുകൾ, ചില ജോലിക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ ദൈവം തുറന്ന് നിന്നെ മാനിക്കാൻ പോവുക കേട്ടോ. രക്തജയം വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചു സ്വോത്രം പറഞ്ഞു. ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോവുകയാണ്. രക്തം ചെയ്യും. ഈ മന്ന ക്രിസ്തുവിന് നേരില്ല. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ല. രക്തം ചെയ്യും. ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മന്ന 12 നിലകളിൽ ക്രിസ്തുവിന് സദൃശ്യമാണ്. മന്ന സ്വർഗീയ ആഹാരമായിരുന്നു എന്ന് പുറപ്പാട് ദിവസം 16:14 നമ്മൾ വായിച്ചു. സങ്കീർത്തനം 78:24 വായിച്ചു. പുതിയ നിയമത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യാം? സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് യേശു ക്രിസ്തു വന്ന യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 35 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരുനാളും ദാഹിക്കുകയില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്ത ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറയാം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇത് യേശുവിന്റെ അടുക്കൽ വരികയാണെങ്കിൽ, യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്കൊരിക്കലും വിശപ്പും ദാഹവും ഉണ്ടാക്കാത്ത നിലയിൽ ഉണ്ടാകാത്ത വിധത്തിൽ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. അവൻ ജീവന്റെ അപ്പമാണ്. അപ്പൊ എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. ഇതുപോലെ നിങ്ങൾക്കൊരു വാർത്തത്വം. കർത്താവിന്റെ അടുക്കൽ വരുന്ന ജീവന്റെ അപ്പമായിരിക്കും യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് വിശപ്പുണ്ടാകത്തില്ല. കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ദാഹിക്കത്തില്ല. അവരുടെ ദാഹം മാറ്റുവാനും അവരുടെ വിശപ്പ് മാറ്റുവാനും ദൈവം വിശ്വസനം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ ഈ സുവിശേഷത്തിൽ ഞാനാകുന്നു എന്ന് കർത്താവിന്റെ അവകാശവാദങ്ങളിൽ ആദ്യത്തേതാണിത്. കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്ന യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അപ്പം തിന്ന് തൃപ്തി ആയവർ ചോദിക്കുക, മശികയാണെന്ന് വെറുതെ പറഞ്ഞ പോരാ, പ്രവൃത്തിയിൽ കാണിച്ചു തരണം. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഒരു നേരം ആഹാരം തന്നത് വലിയ കാര്യങ്ങൾ ഞങ്ങൾ കണക്കുകൂട്ടുന്നില്ല. ശിഷ്യന്മാർ ഇസ്രായേലിനൊക്കെ പറയാ, നീ മശിയാണെന്ന് വെളിപ്പെടുത്തണം. നീ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നീ ജീവന്റെ അപ്പമാണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിൽ കാണിച്ചു തരണം. ഒരു നേരത്തെ ആഹാരം തന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോറ്റി. അവരുടെ സ്ത്രീകളെയും പുരുഷന്മാർ കുഞ്ഞുങ്ങളെയും കൂടാതെ 12 കൊട്ടം നിറച്ചെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ല. പക്ഷെ നീ മശിയാണെന്ന് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. നിനക്ക് ഞങ്ങളെ ആദ്യത്തോളം പോറ്റുവാനും പുലർത്തുവാനും കഴിയും. നീ ഞങ്ങളെ കൈവിട്ട് കളയില്ല, അനാഥനെ വിടുകയില്ല, ഞങ്ങൾക്ക് വിശക്കയില്ല, ദാഹിക്കയില്ലെന്ന് നിന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരണം. ഹല്ലേലൂയ. ജനം പറയുക, നമ്മളൊക്കെ അങ്ങനെയൊക്കെയല്ലേ? എന്തെല്ലാം തന്നാലും നമ്മുടെ ദൈവത്തോട് പ്രവർത്തിക്കല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശെ ആഹാരം കൊടുത്തത് ഒരു നേരമില്ല, 40 വർഷമായിരുന്നു. അവർ പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ നല്ല അപ്പം കൊടുത്തു. അത് ഒരു ദിവസമല്ല, 40 വർഷം. എന്നെ കേൾക്കുന്ന പ്രിയൻ, മോശയല്ല അവർക്ക് അപ്പം കൊടുത്തത്.
മോശ അവർക്ക് ലീഡറാണ്. മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ, ദൈവത്തോട് പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇവരെ കണ്ടിട്ട് മോശയോട് ദൈവം പറഞ്ഞ് അവർക്ക് 40 വർഷവും ഭക്ഷിക്കാനുള്ള മന്ന ഞാൻ അവർക്ക് ദിവസം തോറും കൊടുക്കും. അതുകൊണ്ട് യഹൂദനത് മനസ്സിലായില്ല. അല്ലെങ്കിൽ അവർ പറയാ, അല്ലെ സഹോദരൻ, അല്ലെങ്കിൽ മോശ ഞങ്ങൾക്ക് ആഹാരം കൊടുത്തത് ഒരു നേരമല്ല 40 വർഷമാണ്. മശിഹ വരുമ്പോൾ മോശയേക്കാൾ കൂടിയ നിലയിൽ മന്ന വർഷിപ്പിക്കുമെന്ന് യഹൂദന്മാരുടെ ഇടയിൽ വിശ്വാസമുണ്ടായത് കൊണ്ടാണ് അതിനേക്കാൾ കൂടിയ നിലയിൽ അവർ ചിന്തിച്ചത്. അപ്പൊ മശിഹ വരുമ്പോൾ മോശ തന്നതിനേക്കാട്ടി കൂടുതൽ അപ്പം തരും എന്ന് യഹൂദന്മാർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ യേശു കൂടെ ഉണ്ടായിട്ടും മശിഹ കൂടെ ഉണ്ടായിട്ടും ഹല്ലേലൂയ അവർക്ക് വിശന്നപ്പോൾ ആഹാരം കൊടുത്തു, ഹല്ലേലൂയ ഭക്ഷിപ്പാൻ വെള്ളം കൊടുത്തു. എന്നിട്ടും അവിടെ യേശുവിനെ മശിഹ എന്ന് വിളിക്കാൻ കഴിയുന്നില്ല, മശിഹ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന്, ആകാശത്തിന്റെ വെളിവാതിൽ തുറന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന പിതാവ്, നിന്റെ കുടുംബത്തിന് വേണ്ടി സകല നന്മകളും തന്നിട്ടും നിനക്ക് ഒരു ദിവസം ശ്വസിക്കുവാനുള്ള വായു മുഴുവൻ തന്നിട്ട് ഓക്സിജൻ തന്നു. നിനക്ക് ഇഷ്ടം പോലെ ചിലവഴിക്കും വെള്ളം, നിനക്ക് ദാഹത്തിനുള്ള എല്ലാ വെള്ളവും അവൻ തന്നില്ലേ. എന്നിട്ട് നീ എന്തിനാണ് ദൈവത്തെ അവിശ്വസിക്കുന്നത്? മശിഹ എന്ന് പറയുന്ന യേശു 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥനാക്കുന്ന ദൈവമുണ്ടല്ലോ, യേശു ഉണ്ടല്ലോ. അവൻ നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ പോറ്റി നടത്താൻ വിശ്വസ്തനാണ്. നിനക്ക് വിശക്കാതെ ദാഹിക്കാതെ അവൻ നടത്താൻ വിശ്വസ്തനാണ്. നീ യേശുവിനെ വിശ്വസിക്കണം. മശിഹായ കർത്താവിനെ, യേശുവിനെ നീ ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ, നീ ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കും, സ്ഥാനം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ പോറ്റി പുലർത്തുവാൻ യേശു വിശ്വസ്തന. നിങ്ങളെ വിളിക്കുന്ന വിശ്വസന നിവർത്തിക്കുമെന്ന് തെസ്സലോനിക്കർ 5:24 വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കഴിച്ച മന്നി എന്ന് പറയുന്ന പുതിയ നിയമത്തിലേക്ക് കഴിയുമ്പോൾ യേശു അവൻ ജീവന്റെ ഒപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്നവനാണ്. അതുകൊണ്ട് നീ യേശുവിനെ അവിശ്വസിക്കരുത് കേട്ടോ. രക്തം ചെയ്യും പ്രൈസലോ. അപ്പൊ നമ്മെ നടത്താൻ ദൈവം. ഞാൻ ഈ വചനമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ 40 വർഷം ഇസ്രായേൽ മക്കളെ നീ നടത്തിയല്ലോ, എന്നെ നടത്താൻ വിശ്വസ്തനാ. അവർക്ക് വിശക്കാതെ ദാഹിക്കാതെ, അവർ ക്ഷീണിച്ചു പോകാതെ, അവർ വസ്ത്രം ഒഴിഞ്ഞു പോകാതെ 40 വർഷം മരുഭൂമിയിൽ നടത്തിയ ദൈവമേ, എന്നെ നടത്തണമെന്ന് ഞാൻ അമ്മത്തോട്ട് പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, വഴിയിൽ അനാഥനായിട്ട് വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല ദൈവമേ. വിളിച്ചിറക്കിയിട്ട് വഴിയിൽ കളയുന്നവനല്ല, ചെങ്കടലിൽ താളിയിട്ട് കളയുന്നവനല്ല, ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന മരുഭൂമിയിൽ നിന്നെ അലയുവാൻ വിടുന്നവനല്ല. മരുഭൂമി കടന്ന് യോർദാനും കടന്ന് നിനക്ക് മുമ്പിൽക്കുന്ന എരിഹോ മതിലിനെ കൂടി നീ തകർത്തിട്ടെന്ത് നീ വാഗ്ദത്ത കനാനിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കും. ഇസ്രായേൽ മക്കൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല, നമുക്ക് വിശ്വസിക്കാൻ കഴിയും കേട്ടോ. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ദൈവത്തോട് സ്നേഹാദരവ് കൂടുന്ന ഹൃദയം തുറന്നങ്ങ് വിശ്വസിക്കണം. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തെ അങ്ങ് നിറയ്ക്കണം, ദൈവ സാന്നിധ്യം നിറയ്ക്കണം. ദൈവത്തോടുള്ള വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് ഒരിക്കൽ പോലും ആമീൻ കുറയരുത്, വിടവുണ്ടാകരുത്. സ്തോത്രം. നമ്മുടെ കർത്താവ് വലിയവനാകട്ടോ, യേശു വലിയവനാ. അല്ലെങ്കിൽ പോറ്റുവാൻ, പുലർത്തുവാൻ, സംരക്ഷിക്കുവാൻ, കരുതുവാൻ, താങ്ങുവാൻ, ആശ്വസിക്കുവാൻ, ചാരുവാൻ, എല്ലാം നമ്മുടെ കർത്താവേ ഉള്ളു കേട്ടോ. സ്തോത്രം. ഞാനെപ്പോഴും പറയാറില്ല, ഞാനൊക്കെ കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ കൂടെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നില്ലായിരിക്കാം, എന്നെക്കാട്ടി കൂടുതൽ പ്രതികൂലം കടന്നു പോകുന്നവരുമായിരിക്കാം. പക്ഷെ നീ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് ശിഷ്യന്മാർ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യോഹന്നാൻ 14:14. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അതേ ശ്രോതാവേ, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിന്റെ ഹൃദയത്തിനകത്ത് അവിശ്വാസം കടന്നു വരുന്നത്. ഇസ്രായേൽ മക്കളെ മരുഭൂമി നടത്തിയ ഒരു ദൈവമുണ്ട്. അവർക്ക് 40 വർഷം സ്വർഗത്തിലെ മന്ന, സ്വർഗദൂതന്മാർ കഴിക്കുന്ന മന്നയെ അവർക്ക് കൊടുത്തവരെ പോറ്റി പുലർത്ത ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയാ, ഹല്ലേലൂയ, അവൻ ജീവന്റെ അപ്പമായി നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട ജീവന്റെ അപ്പമായി കർത്താവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അവൻ നിനക്ക് വിശക്കാതെ, നിനക്ക് ദാഹിക്കാതെ നിന്നെ നടത്തുവാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ കഷ്ടതയുടെ, പ്രതിസന്ധിയുടെ, പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന, ദാരിദ്ര്യത്തിലൂടെ കടന്നുപോകുന്ന, നാളെ രാവിലെ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തുവനെങ്കിൽ സ്കൂളിൽ വിടും, അവർക്ക് എങ്ങനെ പരീക്ഷ ഫീസ് കൊടുക്കും, അവർക്ക് സ്കൂൾ അഡ്മിഷൻ കൊടുക്കും, അവർക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കും, പഠനങ്ങൾ വാങ്ങി, യൂണിഫോം എങ്ങനെ വാങ്ങിക്കൊടുക്കും, അവർക്ക് വണ്ടിക്കൂലി എങ്ങനെ കൊടുക്കും, കുടുംബത്തിന് എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കും എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ ശ്രോതാവേ, ഇന്നോട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്,
ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിക്കുന്നെങ്കിൽ, നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ, ആകാശത്തിന്റെ ഗരിവാതിൽ തുറന്ന സ്ഥലം പോരാകുന്നതിനോളം ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അത് നിന്നെ കൈവിട്ട് കളയുന്നവനെ, നിന്നെ ഉപേക്ഷിച്ച് കളയുന്നവൻ യേശു. അവൻ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവനാ. അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നവരെ ഹോമിക്കുന്നതിന്റെ ഭക്തന്മാർ കരുണ തോന്നുന്നുവെന്ന് 103-ാം സംഗീതത്തിൽ വായിക്കുന്നു. അതുപോലെ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാകട്ടോ. വ്യക്തം ചെയ്യും. നമ്മുടെ ദൈവം കോപിഷ്ടനല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ഒരുപാട് ശോധനകളൊക്കെ നമ്മൾ കടന്നു പോകും, പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, എല്ലാ ലോകമെമ്പാടും പ്രാർത്ഥിക്കും. ഇവിടെ കേരളക്കര പ്രത്യേക, ഇന്ത്യയിലെ ജനം പ്രത്യേക നിമിഷത്തേക്ക് വേണ്ടിയിട്ട് യമൻ സർക്കാരിന്റെ നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയായി വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ നാളെ ബുധനാഴ്ച വധശിക്ഷയ്ക്ക് കഴിയുന്ന ആ സഹോദരി ആ നിമിഷക്രിയയുടെ മോചനത്തിന് വേണ്ടി കേരളം ഭാരതം ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്തവരാരുമില്ല. പക്ഷെ ആ യമൻ കോടതിയുടെ യമനിലെ അധികാര വർഗങ്ങളോട് മരണപ്പെട്ട ആ കുടുംബത്തോട് ദൈവം ഇടപെടാൻ, ആ കുട്ടിക്ക് ഒരു മോചനം കൊടുക്കുവാൻ, ഒരു മുഴ കയറുള്ള ജീവിതം അവസാനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനിടയ്ക്ക് നിങ്ങൾ ഓർപ്പിച്ചെന്ന് പറഞ്ഞു. പ്രൈസ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തോട്ടാണ്. അല്ലെങ്കിൽ ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇസ്രായേൽ മക്കളെ വിടിവിക്കാൻ കഴിവുള്ള ദൈവമേ, ആ കുട്ടിയോട് കരുണ കാണിക്കണമേ. അല്ലെ, ബാക്കിയെല്ലാം ദൈവം നിശ്ചയിക്കണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെ യേശു പറയാം, ഞാൻ ജീവന്റെ അപ്പമാകാം, ഞാൻ ജീവന്റെ അപ്പമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കത്തില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ദാഹിക്കുകയുമില്ല. അല്ലേ. രണ്ടാമത്തെ കാര്യം, ഈ മഞ്ഞയെ കുറിച്ച് പറഞ്ഞത് ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ മുഴുവൻ സമയവും അവർ മഞ്ഞയാണ് ഭക്ഷിച്ചത്. ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ അവർ ഭക്ഷിച്ചത്, മുഴുവൻ സമയം ഭക്ഷിച്ചത് മഞ്ഞയാണ്. അല്ലേലിയ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 35-ാമത്തെ വാക്യത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, പുറപ്പാട് 16-35 ഇങ്ങനെ രേഖപ്പെടുത്തി, കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മഞ്ഞ ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ ആതിരിലെത്തുവോളം അവർ മഞ്ഞ ഭക്ഷിച്ചു. ഒരിടങ്ങഴി അല്ലരിയ എന്ന് പറഞ്ഞാൽ, ഒരു ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ ഒരു ഒമേർ അല്ലരിയ എന്ന് പറഞ്ഞാൽ ഒരു പറ എഫ എന്ന 10 ആകുന്നു എന്നുള്ളതാണ്. അല്ലേ. അപ്പം ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് എത്തുവാൻ മരുഭൂമിയിൽ മഞ്ഞ വർഷിപ്പിച്ച ദൈവം അല്ലെങ്കിൽ അവർ കുടിപാർക്കുവാൻ ചെല്ലുന്ന ദേശത്തെ വാഗ്ദത്ത കനാന്റെ അതിരോളം 40 വർഷം ഈ മഞ്ഞ കഴിച്ച്, രാവും പകലുമെല്ലാം അല്ലേലിയ മഞ്ഞ കഴിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം, വീട്ടിനകത്ത് ഇഷ്ടം പോലെ ഭക്ഷണം, ഏത് തിന്നണം, എന്താണ് കഴിക്കില്ല, അതും പോരാഞ്ഞിട്ട് കടകളിൽ നിന്ന് ഇഷ്ടംപോലെ സാധേറിയ ഇഷ്ടംപോലെ ഭക്ഷണം വരുത്തി കഴിക്കുക. എന്നിട്ട് നമ്മുടെ കൊതിക്ക് കൊതി തീർന്നില്ല. ലേരിയ 40 വർഷം മഞ്ഞ തീർന്നു. അവർ മഞ്ഞയില്ലാതെ ഇന്നത്തെ പോലെ ചിക്കൻ്റെ വിവിധ വിഭവങ്ങൾ, ബീഫിന്റെ വിവിധ വിഭവങ്ങൾ, മട്ടന്റെ വിവിധ വിഭവങ്ങളൊന്നും കിട്ടാനില്ല. ഇതെല്ലാം ഒരുപാട് കടയിലുണ്ട്. എനിക്ക് എല്ലാത്തിനും പേരറിയത്. എനിക്ക് ആകെപ്പാടെ കുഴിമന്തി, അൽഫാം ഇതിനാണ് കേട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിന് പേരറിയില്ല. ഇതൊക്കെ ഉണ്ടെന്നറിയാം. അല്ലേരിയ ഈ 40 വർഷം മഞ്ഞ കഴിച്ചിട്ടും അല്ലേരിയ അവർക്ക് മതി വന്നില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളും, എന്റെ ജനിച്ച നാള് തൊട്ട് ഞങ്ങൾ റേഷൻ കടയിലെ പുഴുക്കലരിയാണ് കഴിക്കുന്നത്. റേഷൻ കടയിലെ പുഴുക്കലരി എന്ന് പറഞ്ഞാൽ എന്താ? പുഴുവും കല്ലും അരിയും കൂടെ ചേർന്നത് പുഴുക്കലരി. പണ്ടൊക്കെ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ പുഴുക്കലരി ഉണ്ടെന്നാണ്. എന്നാൽ പുഴുവും കല്ലും അരിയും കൂടെ ചേർന്ന പുഴുക്കലരി. ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഞങ്ങളൊക്കെ ജനിച്ച കാലം തൊട്ട് ഇന്ന് വരെയും, ഇന്നലെ രാത്രി വരെയും കഴിച്ചത് പുഴുക്കലരി എന്ന് പറഞ്ഞ റേഷൻ കടയിലെ അരിയാണ്, അല്ലേരിയ. സ്തോത്രം. ഞങ്ങൾക്കൊരു പുറവുറപ്പില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നുവാൻ ദൈവം തന്നു, കുടിപ്പാൻ ദൈവം തന്നു, ഭക്ഷിപ്പാൻ എല്ലാവിധ സൗകര്യങ്ങളും തന്നു. ആവശ്യമുള്ളപ്പോൾ ഇഷ്ടംപോലെ ആഹാരം വരുത്തി കഴിക്കുവാൻ, ഇഷ്ടംപോലെ ഓർഡർ ചെയ്ത് കഴിപ്പാൻ നിന്റെ കൈ നിറച്ച് പണം തന്നിട്ടും അല്ലേരിയ നിനക്ക് കൊതി തീരുന്നില്ല. അല്ലേരിയ. ഇസ്രായേൽ മക്കളെ പോലെ നീ അവിശ്വസ്തനാണ്, നീ പിറുവിറക്കിയാണ്. ഇനി ഞങ്ങൾക്ക് ആരും തിന്നാതരും, ആര് കുടിപ്പാൻ തരും? അല്ലേരിയ. ഞങ്ങൾക്ക് ഇറച്ചി തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം? നീ ഏതെല്ലാം ഫ്രൂട്ട്സാണ് കുടിക്കുന്നത്? ഏതെല്ലാം ഫ്രൂട്ട്സാണ് ഏതെല്ലാം വിധത്തിലുള്ള ഫ്രൂട്ട്സാണ് നീ കുടിക്കുന്നത്? അല്ലേരിയ. ഏതെല്ലാം വിധത്തിലുള്ള
വസ്ത്രങ്ങളാണ് നീ ധരിക്കുന്നത്. എന്നിട്ട് നിന്റെ പിറുവിറുപ്പ് തീർന്നില്ല. ഇവിടെ പറയുകയാണ്, കുടിപാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ യാതിരിൽ എത്തുവോളം മന്ന ഭക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മൾ അവരെയൊക്കെ ഓർത്ത് സ്തുതിക്കണം കേട്ടോ. നമുക്ക് തന്ന അവസരങ്ങൾ ഓർത്ത് പ്രൈസലോ. നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് നമ്മൾ അധികമൊന്നും ആവശ്യപ്പെടരുത്, ആഗ്രഹിക്കരുത്. മറ്റൊരാളുടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത്. മറ്റൊരാളുടെ ഒന്നും നമ്മൾ മോഹിക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും മനസ്സറിഞ്ഞ് ദൈവം തരുന്നുണ്ടെങ്കിൽ, ദൈവത്താൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്തോത്രം പറഞ്ഞാൽ കഴിച്ചോളാം കേട്ടോ. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചെയ്ത പ്രകാരം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ട 5 വർഷം നിങ്ങൾക്ക് കണ്ണുനീരെത്തുന്നു. അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, 40 വർഷങ്ങൾക്ക് മന്ന കൊടുത്തു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവർ 40 വർഷം എല്ലാ ദിവസവും ദൈവത്തിൽ തന്നെ ആശ്രയിക്കേണ്ടിയിരുന്നു. മന്നയുടെ ഉപയോഗം അവർക്ക് അത്യാഗ്രഹം, ഹല്ലേലൂയ, ഉണ്ടാവുക എന്നത് അസാധ്യമാക്കി തീർത്തു. എന്താ എല്ലാ ദിവസവും മന്ന കൊടുത്തത് എന്തിനാ പറയുന്നത്? അന്നേ പിറക്കാവുള്ളൂ, പിറ്റേ ദിവസം പിറക്കെന്ന് പറയാൻ. എല്ലാ ദിവസവും ഇസ്രായേലിനും ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി, യഹോവയായ ദൈവത്തിൽ എല്ലാ ദിവസവും ആശ്രയിക്കാൻ വേണ്ടി ദിനംതോറും മന്ന കൊടുത്തു. ഹല്ലേലൂയ. ദിനംതോറും കാടപ്പക്ഷയെ കൊടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിനകത്ത് പാത്രങ്ങൾക്കൊക്കെ നിറച്ചായിരിക്കും മറ്റു സാധനങ്ങളും, ഫ്രിഡ്ജ് നിറച്ച്, ഫ്രീസർ നിറച്ച് മാംസങ്ങളും മത്സ്യങ്ങളും. ഹല്ലേലൂയ. നമ്മളെല്ലാ ദിവസവും ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ എല്ലാ ദിവസവും ദൈവത്തെ ആശ്രയിച്ചുകൂടെ? നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ? ദൈവം ചെയ്ത പ്രകാരം നിന്റെ ഭവനത്തിന്റെ സ്ഥിതി അറിഞ്ഞ് ജീവിതസാധനം ദൈവത്തെ നന്ദി പറഞ്ഞു കേട്ടോ. രക്തം ചേനകൾക്ക് നമ്മുടെ മാതാപിതാക്കളെ കഷ്ടങ്ങളുണ്ട്, ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച ദൈവത്തിലുള്ള വർദ്ധിച്ച ആശ്രയത്തിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് മന്ന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി അവർ 40 വർഷം എല്ലാ ദിവസവും ദൈവത്തിൽ തന്നെ ആശ്രയിക്കേണ്ടിയിരുന്നു. മന്നയുടെ ഉപയോഗം അവർക്ക് അത്യാഗ്രഹം ഉണ്ടാകാതിരുന്നു. ദൈവം ഈ മന്ന എന്ന് കിട്ടുന്നതുകൊണ്ട് അവർക്ക് അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. നാളെ അവർക്ക് ദൈവം തരുമെന്ന് അറിയാമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ഇഷ്ടം പോലെ വസ്തുവകകൾ ഉണ്ടായിട്ടും, മനുഷ്യൻ ഇഷ്ടം പോലെ ദൈവം കൊടുത്തിട്ടും അവന്റെ അത്യാഗ്രഹം മാറിയിട്ട് ദൈവാഗ്രഹം മാറിയിട്ടില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്ന് തകർച്ചയുടെ ധരിപ്പണമായി മാറുന്നത് അവന് കൊടുത്തിട്ടും തൃപ്തി വരാതെ അവന്റെ ഉള്ളിലെ ദിവ്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോഥെയോസിന് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്, ദൈവാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്നു പോയി. അത് നിനക്ക് എത്രമാത്രം തന്നാൽ, എത്രമാത്രം കിട്ടിയാലും ഇന്നും നിന്റെ ഹൃദയത്തിനകത്ത് ദൈവാഗ്രഹമാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എല്ലാ ദിവസവും ഇസ്രായേൽ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിന്റെ സകല കഷ്ടതകൾക്കും ദൈവം മാറ്റം തരാൻ വിശ്വസന. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ, നിന്റെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ എല്ലാവരും ദൈവം വിശ്വസന. 4-ാം സംഖ്യ 1-ാം വാക്യം എന്താണ് പറയുന്നത്? എന്റെ നീതിയായി ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമാകണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്താതെ നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് നിനക്ക് വിശാലത തരുവാൻ ദൈവം വിശ്വസനാകട്ടോ. ഞെരുക്കത്തെ മാറ്റുവാൻ ദൈവം വിശ്വസനാണ്. അതെ, നീ കരഞ്ഞ് കണ്ണുമായി ഭാരപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നോർത്ത് ഭാരപ്പെടുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, യഹോവയായി ദൈവത്തിൽ സാജനം ആശ്രയിച്ച് ധൈര്യം മന്ന കിട്ടി ആ ജനം ദിവ്യാഗ്രഹത്തിൽ അത്യാഗ്രഹത്തിലേക്ക് പോകാതിരുന്നത് പോലെ. ഹല്ലേലൂയ. പോയവരെയൊക്കെ ദൈവം കാനാനിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം ഇത്രയും കാലം നിനക്ക് തന്നിട്ടും വാരിക്കൂരി തന്നിട്ടും ഇന്നും നിന്റെ ഉള്ളിൽ ദിവ്യാഗ്രഹമാണെങ്കിൽ, അത്യാഗ്രഹമാണെങ്കിൽ നിനക്ക് സ്വർഗീയ കാനാനിലെത്താൻ കഴിയത്തില്ല. അത്യാഗ്രഹവും ദിവ്യാഗ്രഹവും ഉള്ളിൽ കടന്നു വന്ന ഇസ്രായേലത്തെ മരുഭൂമി തന്നെ ആമീൻ പെട്ടുപോയെങ്കിൽ, എന്നെ കേൾക്കുന്ന ഇസ്രായേൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമീൻ ദൈവം നിനക്ക് 3 തലമുറയ്ക്ക് വരെ തന്നിട്ടും, അത് തന്നിട്ടും, വാരിക്കൂരി തന്നിട്ടും, നിനക്ക് ഇഷ്ടംപോലെ അക്കൗണ്ടുകളുണ്ടായിട്ടും ബാലൻസുകളുണ്ടായിട്ടും ഇന്ന് നീ ഇല്ലേ എന്നാ പറയുന്നെങ്കിൽ എന്റെ ജീവിതം കട്ടപ്പോവുകയാണ്. ഞാനൊരു സഹോദരി പറയാം, ആമീൻ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും 10, 15, 16,000 രൂപ വാടക കിട്ടും മാസം. പിന്നെ ബംഗാളികൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മാസം ഒരു 40-45,000 രൂപ വാടകയായിട്ട് കിട്ടും സഹോദരിക്ക്. മക്കളൊക്കെ പഠിച്ച് ജോലിയില്ല, മരുമക്കളൊക്കെ ജോലിയില്ല. എന്നിട്ട് ഈ 10-40,000 രൂപ വാടക മേടിച്ചിട്ടും, ഹല്ലേലൂയ, ആമീൻ 10-40 രൂപ വാടക മേടിച്ചിട്ടും മക്കൾക്ക് ജോലി ഉണ്ടായിട്ട് ഈ സഹോദരി പറഞ്ഞ് ഇല്ലേ. അവിടെ ക്രൈസ്തവ വിശ്വാസിയാണ്.
അവർ പറഞ്ഞു എത്ര കിട്ടിയാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടല്ലോ, അന്നന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നവരാണ്. അന്നന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്ന അവരില്ലേ എന്ന് പറഞ്ഞില്ല. അവർ കൊടുക്കുന്നതുകൊണ്ട് ദൈവം കൊടുക്കുന്നത് തൃപ്തിപ്പെടുന്നു. പക്ഷേ 10-40 രൂപ വാടക മേടിച്ച് കഴിഞ്ഞിട്ടും ഈ സഹോദരി പറയ ഇല്ലേ ഇല്ലേ എന്ന്. അതിനകത്ത് അത്യാഗ്രഹം ഉള്ളിൽ കയറി, ദൈവ്യാഗ്രഹം ഉള്ളിൽ കയറി. അല്ലേ? ഞാനിത് പറയുമ്പോൾ കാണുന്നു പറയില്ല, ഞാൻ അത് തെളിവ് പറയാൻ ഇതിനകത്ത് പറയാൻ ചില മടികളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇവരാരാന്ന് ഞാൻ ഇവിടെ പറഞ്ഞേനെ. പ്രൈസോ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതെന്നെ ഉള്ളിൽ ദൈവ്യാഗ്രഹം വരരുത്, അത്യാഗ്രഹം വരരുത്. അത് നിനക്ക് സ്വർഗ്ഗ കാണാൻ പ്രവേശിക്കാൻ കഴിയില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പെട്ടുപോയതുപോലെ നിന്റെ അത്യാഗ്രഹവും നിന്റെ ദിവ്യാഗ്രഹവും നീ പെട്ടുപോകാൻ, നീ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വാഗ്ദത്ത ദേശത്തേക്ക് നീ ചെല്ലണമെങ്കിൽ, വാഗ്ദത്ത സ്വർഗീയ കനാലിലേക്ക് നീ ചെല്ലണമെങ്കിൽ നീ ദൈവത്തോട് വിശ്വസ്ത പുലർത്തണം. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം മന്ന ഒഴിപ്പിച്ചു കൊടുത്ത കർത്താവ് പുതിയ നിയമത്തിലേക്ക് ഒരു ജീവന്റെ അപ്പമായി ഹല്ലേലൂയ അവൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് യേശു പറയാം, എന്റെ അടുക്കൽ വരുന്നവനെ വിശ്വസിക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. അത് നീ യേശുവിന്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ വിശപ്പ് മാറ്റുവാൻ, നിന്റെ ദാഹം മാറ്റുവാൻ ദൈവം വിശ്വസന. അത് ഇന്ന് പകൽ വചനം കേൾക്കുന്നവർ പറയട്ടെ, നിന്റെ കഷ്ടങ്ങൾക്ക് മാറ്റം തരാൻ ദൈവം വിശ്വസന, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവം വിശ്വസന. മന്നയെ കുറിച്ച് അല്ലുലിയ സ്തോത്രം, സ്തോത്രം അല്ലുയ്യ. പനബോധ ദൃഷ്ടാന്തങ്ങളുണ്ടെങ്കിലും അല്ലുലിയ സ്തോത്രം നമുക്കെല്ലാം പറഞ്ഞു പോകാൻ പറ്റത്തില്ല. പ്രൈസലോ, സമയമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നാം ദൈവത്തിലേക്ക് മടങ്ങി വന്നിട്ട് അല്ലുയ്യ മന്നയെ കുറിച്ച് 13 നിലയിൽ അല്ലുയ്യ ദൈവത്തിന്റെ കാര്യം ദൈവം നാം പറയുന്നത്. മന്നയെ കുറിച്ച് 13 നിലകളിലാണ് ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുന്നത്. 2 കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നെന്താണ്? അല്ലുയ്യ അവ സ്വർഗം ഇറങ്ങി വന്നപ്പം. 2 അല്ലെങ്കിൽ 40 വർഷം വരെ മരുഭൂമി നടത്തിയ ക്രിസ്തുവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അതേ, നീ ദൈവത്തെ വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു. സ്വർഗ്ഗദാനം കൊടുത്ത ദൈവം നിന്റെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ നടത്താൻ ദൈവം വിശ്വസന. ദൈവമാണെങ്കിൽ നാളെ മറ്റുള്ള മന്നയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയട്ടെ. അല്ലെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തുറമാനമായി വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്ക്, യേശുവിന്റെ നിലവിളിക്ക്. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം. നീ രോഗിയാണോ, കഷ്ടതയിലാണോ, കടക്കടിയിലാണോ, സാമ്പത്തിക ഇറുക്കമാണോ, വീടില്ലാത്ത അനുഭവമാണോ, സങ്കടപ്പെടുന്ന അനുഭവമാണോ, നിരാശയാണോ, ഒറ്റപ്പെട്ട അനുഭവമാണോ, നിന്റെ വിഷയങ്ങൾ ഏതായിരുന്നാലും അത് പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ്. എന്റെ ഏത് വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യാം. പ്രൈസലോ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവത്തിൽ ആ കണ്ണുകൾ അടച്ചാട്ട് നിന്റെ സകല പ്രശ്നങ്ങൾ പരിഹാരമായി ജീവന്റെ അപ്പമായിരിക്കും യേശു നിന്നെ നിന്റെ കുടുംബത്തെയും സംരക്ഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ്, വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി, തലമുറകൾക്കായി, എണ്ണപ്പെടാത്ത ജനത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, തലമുറയ്ക്കായി, ലോകരാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി, പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, അവിശ്വാസം, ദുഷ്ടതയുടെ അവിശ്വാസമുള്ള ഹൃദയത്തിന് ഉടമകളായി ജീവിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട തീവ്രവാദി, ഭീകരവാദ വർഗീയതകപ്പെട്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ പറഞ്ഞ് തമ്മിലടിച്ചും കലഹിച്ചും രക്തച്ചൊരിച്ചിലുണ്ടാക്കി ജീവിക്കുന്ന ഈ ലോക രാജ്യങ്ങൾ, സകല ജനത്തിൽ, സകല രാഷ്ട്രീയ അധികാരികളെയും, എല്ലാ മത മേലാളന്മാരും, എല്ലാ മത നേതാക്കന്മാരും, എല്ലാ ഭരണ സംവിധാനങ്ങളേയും ദൈവത്തിന്റെ കരം നീട്ടിയവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഇവർ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. 40 വർഷം ഇസ്രായേലിനെ പോറ്റിയ ദൈവം ഈ ജനത്തെ പോറ്റാൻ വിശ്വസനാണോ? ഏത് വിഷയം പരിഹരിക്കാൻ ദൈവം വിശ്വസന ചിന്ത ജനത്തിൽ കൊടുക്കുവാൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ ഭാര്യയും കൗമാരി യുവനത്തിലും വാർദ്ധക്യത്തിലും വൃദ്ധരും അസമ യാചകർ, ഓർഫനേജ്, ഓൾഡേജ് തലമുറയിലായിരിക്കും സകല ജനത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജനത്തെ കണ്ണുകൾ തുറക്കണമേ. കർത്താവ് ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ യേശുവിന്റെ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിന്റെ നദികളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളിനെ ദൈവത്തിന്റെ കൃപ പകരുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങൾ, ഭാരങ്ങൾ, പ്രയാസ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകളൊക്കെയുണ്ട്, രോഗങ്ങളുണ്ട് കർത്താവേ. അവൻ ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വിദേശത്ത് കഷ്ടം സഹിക്കുന്നവർ, നൊമ്പരപ്പെടുന്നവരുണ്ട്, മണലാലിൽ വേദനയിലേക്ക് ജോലി നഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, ഭവനമില്ലാതെ, സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവേ. ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, കടമാനത്തിൽ കടന്നു ജപ്തികൾ നേടുന്നവരുണ്ട്. വിവിധ പ്രശ്നങ്ങളാൽ ഭാരം അനുഭവിക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ദൈവം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ, സമൃദ്ധിയുടെ വാതിൽ തുറക്കണമേ. ആകാശത്തിന്റെ വാതിലുകൾ ജനത്തിന് വേണ്ടി തുറക്കുവാൻ
ജനം അവിശ്വസതയില്ലാതെ ദൈവത്തിൽ കടന്ന് വിശ്വസിപ്പാൻ, ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഹല്ലേലൂയ ജനത്തിന്റെ കാൽവ്യ കണ്ടു തുറന്നാട്ടെ. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.